എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മൂത്ത മകളായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത്തുൻ നിദാഖത്തൈൻ എന്ന് സ്ഥാനപ്പേര് കൊടുത്ത ആയിഷ ബീവിയുടെ ഇത്താത്തയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റിയാണ് കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയപ്പോ സൗർ ഗുഹയിൽ 3 ദിവസത്തോളം കഴിച്ചു കൂട്ടിയല്ലോ. അന്നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭക്ഷണവും മറ്റുമായിട്ട് പോയത് അസ്മാ ബീവി റളിയല്ലാഹു അൻഹയാണ് കേട്ടോ. അന്നേരം വെള്ളം നിറച്ച പാത്രവും ഭക്ഷണവും എല്ലാം കൂടി പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്റെ സ്വന്തം വസ്ത്രത്തിലെ അരപ്പട്ട ഊരിയിട്ട് അത് 2 കഷ്ണാക്കി ഒന്ന് ധരിക്കുകയും മറ്റൊന്നിൽ ഇതെല്ലാം കൂട്ടിക്കെട്ടുകയും, എന്നിട്ട് ഇന്നും നമുക്കറിയാം, ഉംറയ്ക്ക് പോയവർക്കും സൗർ ഗുഹയൊക്കെ കണ്ടവർക്കും അറിയാം എത്രയോ പൊക്കത്തിലാണല്ലേ അത്. അവിടെ ഈ കെട്ടി ആണ് കേട്ടോ ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ കൊണ്ടുപോയത്. ഇത് കണ്ട റസൂലുള്ളാഹിക്ക് വളരെ സന്തോഷായിട്ടോ. റസൂലുള്ള അന്നേരം കൊടുത്ത പേരാണ് കേട്ടോ ദാത്തുൻ നിദാഖത്തൈൻ, ഇരട്ടപ്പട്ടക്കാരി. എന്താ പറയുക, ഇൽമുൽ ഹാൽ ഉണ്ടല്ലോ, അവസര ബുദ്ധി, അതിനു വേണ്ടി റസൂലുള്ള കൊടുത്തതാണ് കേട്ടോ. മഹദിയെ പറ്റി പറയാനാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയുടെ മകൻ സുബൈർ എന്നവരാണ് കേട്ടോ ബീവി വിവാഹം. സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി നമുക്കൊക്കെ അറിയാലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കൊണ്ട് സ്വർഗാവകാശികൾ എന്ന പല ഘട്ടങ്ങളിലായി പറഞ്ഞ 10 പേരില്ലേ, അവരിൽ ഒരാളാണ് കേട്ടോ സുബൈർ എന്നവര് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് അസ്മാ ബീവിക്കും കൂടിയിട്ട് 8 മക്കളുണ്ടായിട്ടോ. 5 ആണും 3 പെണ്ണും. ബീവി ഒരു 100 വർഷത്തോളം നല്ല ആരോഗ്യ ദൃഢഗാത്രയായിട്ട് ഒരു പല്ലുപോലും കൊഴിയാതെ, ഓർമ്മയ്ക്ക് ഒരു കേടുപോലും പറ്റാതെ നല്ല ആരോഗ്യവതിയായിട്ട് 100 കൊല്ലം ജീവിച്ച ആളാണ് കേട്ടോ. ബീവി ഒരു പ്രത്യേക സാഹചര്യത്തില് സുബൈർ എന്നവരെ വിവാഹമോചനം ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മകന്റെ കൂടെ അബ്ദുള്ള എന്നവരുടെ കൂടെയാണ് കേട്ടോ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഒരിക്കലും അബ്ദുള്ള എന്നവര് യുദ്ധത്തിന് പോകുമ്പോൾ ഉമ്മാനോട് അനുവാദം ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട്, മോനെ നീ ധൈര്യമായിട്ട് പൊക്കോ, നിന്റെ ഭാഗത്ത് ഹക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു നിന്റെ കൂടെ തന്നെ നിൽക്കും. അങ്ങനെ യുദ്ധത്തില് അബ്ദുള്ള എന്നവര് വഫാത്താവുകയും അദ്ദേഹത്തിന്റെ ജനാസ കെട്ടിത്തൂക്കിടുകയും ചെയ്തപ്പോൾ ബീവി തന്റെ ജോലിക്കാരിയുടെ കൂടെ വേച്ച് ചെന്നിട്ട് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ഈ ധീരനായ പോരാളിയെ ഇനിയും ഇറക്കാറായില്ലേ താഴെ എന്നാണ് കേട്ടോ ആ ഉമ്മ അത്രയും മനശക്തിയോടുകൂടി പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും നമ്മൾ ഇത് പറയുന്നത് തന്നെ ഇവരിൽ നിന്നൊക്കെ ഇൻസ്പയർ ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.